ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടെ അമർത്തി കൊടുക്കണം കേട്ടോ. ശരിയില്ല. ഓക്കെ, അപ്പം വേറൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു സാൻഡ്വിച്ച് റെസിപ്പി ചെയ്യാനായിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി ഞാൻ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ചെയ്തല്ല, ഞാൻ ഒരു കുറേ നാൾക്ക് മുന്നേ ചെയ്ത് വെച്ചിരുന്നു. കുറേ നാളായിട്ട് ഞാൻ യൂട്യൂബ് ഇങ്ങനെ എടുക്കണം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പോഴാണ് നമ്മൾ അതിലേക്കൊന്നും കടന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അല്ല ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ലോങ് വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളും കാണണം. വേറൊന്നുമില്ല, നമുക്കെന്നാ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണാൻ. അപ്പം എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്ന് കാണാം. അതിന് ക്യാപ്സിക്കം, ഉള്ളി, പച്ചമുളക്, മല്ലിയില, തക്കാളി, കുക്കുംബർ, പിന്നെ 2 മുട്ട. ഇതുണ്ടല്ലോ ശരിക്കും അടിപൊളിയാണ്. ഇത് പലതവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ, ശരിക്കും സൂപ്പറാണ്. ഇത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു മയോണൈസ് കണ്ടില്ലേ, ഞാൻ ഹോം മെയ്ഡാണ്. ഈ മയോണൈസ് ചെയ്തെടുത്ത എങ്ങനെയാണെന്ന് ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഞാൻ കുറച്ച് ചീസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പാനിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ തേച്ച് കൊടുത്ത് 2 സൈഡും ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കാം. അടുത്തത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ മയോണൈസിൻ്റെ റെസിപ്പി നോക്കാം. മയോണൈസിന് ഞാൻ ഒരു 2 മുട്ടയുടെ വെള്ളയാണ് ഇവിടെ എടുക്കുന്നത്. ഈ വൈറ്റ് പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ഈ യെല്ലോ പോർഷൻ ആവശ്യമില്ല. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ ഒരു 2 വെളുത്തുള്ളി ഇട്ടുണ്ട്, അതും ഓപ്ഷണലാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഞാൻ കുറച്ച് വിനാഗിരി, 1 സ്പൂൺ വിനാഗിരി ചേർത്താൽ, ചെറിയ സ്പൂൺ. അത് വിനാഗിരി ഇല്ലാത്തവർക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ബ്ലാക്ക് പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് തന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം. പഞ്ചസാര കുറച്ചിട്ടാൽ മതി, ഉപ്പ് നമ്മുടെ ആവശ്യാനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഒരു മയോണൈസ് അറിയാം, കുറച്ച് തിക്കായിരിക്കും. ആ ഒരു കൺസിസ്റ്റൻസി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക, അന്ന് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിക്കുക. അങ്ങനെ എനിക്ക് കണക്ക് കറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. പിന്നെ ഈ ടോസ്റ്റ് ചെയ്ത ബ്രെഡിനകത്തോട്ട് നമ്മൾ മുന്നേ ചേർത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാം കൂടെ, പിന്നെ അറിയാം ഇനി അങ്ങോട്ടുള്ള ഈസി സ്റ്റെപ്പ് ആയിരിക്കും, അതങ്ങോട്ട് ആക്കുക. എന്നിട്ട് മറ്റേതും കൂടെ മുകളിലോട്ട് വെച്ച് രമക്കൂടെ വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം, ഭയങ്കര സിമ്പിളാണ്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതുപോലെ 2-3 എണ്ണം ഉണ്ട്. ഇത് ഞാൻ പലതവണ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, ശരിക്കും നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവരും ഫുള്ളും കണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പലതവണ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. പിന്നെന്താണ്, വീഡിയോ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല, അടുത്ത തവണ നന്നാക്കാൻ നോക്കാം. വേറെ എന്താ, ഓക്കെ, വേറൊന്നുമില്ല.